ആദ്യ മത്സരത്തിൽ കോങ്കോയ്ക്കെതിരായ ഞെട്ടിക്കുന്ന സമനിലയ്ക്ക് പിന്നാലെ ലോകകപ്പിൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് പോർച്ചുഗൽ ഇന്ന് കളത്തിലിറങ്ങുകയാണ്. രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനാണ് എതിരാളികൾ. ഉസ്ബെക്കിസ്ഥാൻ ആ ടീം ഒരു വലിയ കാര്യമായ ടീമല്ല, പക്ഷേ അവർക്ക് പിന്നിൽ ഒരു തന്ത്രശാലിയായ ഒരു പരിശീലകനുണ്ട്, ലോകകപ്പ് നേടിയ ഒരു നായകനുണ്ട്, ഇറ്റലിയുടെ ഫാബിയോ കന്നവാരോ. അത് തന്നെയാണ് ഒരു പക്ഷേ ഇന്ന് പോർച്ചുഗലിന് വെല്ലുവിളിയായിരിക്കുന്നത്. ഏറ്റവും മികച്ച ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച ടീം ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തവണ അതൊന്നും കളിക്കളത്തിൽ കാണിക്കാൻ പോർച്ചുഗലിനായില്ല. വലിയ നിരാശയാണ് ആരാധകർക്ക് പോലും സമ്മാനിച്ചത്. എന്തായാലും ഇന്ന് ആദ്യ ജയം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പറങ്കിപ്പട ഇറങ്ങുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ചേർന്നു. അക്ഷയ്, പോർച്ചുഗലിന് ഇത് ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം ആദ്യ മത്സരത്തിൽ ഇത്രയും വലിയ താരനിരയുമായി ഇറങ്ങിയിട്ടും കോങ്കോയെ പോലെ ഒരു ടീമിനെതിരെ ഗോളടിക്കാനായില്ല എന്ന് പറയുന്നത് വലിയ നിരാശയായിരുന്നു. എന്തായാലും ഇന്ന് പോർച്ചുഗൽ ഗോൾ വർഷം തന്നെ നടത്തും. പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന പ്രകടനം ഉണ്ടാകും. മെസ്സിയും എംബാപ്പയും ഹാലൻഡും എല്ലാം ഗോളടിച്ചു കൂട്ടുമ്പോൾ എന്തായാലും ക്രിസ്ത്യാനോയ്ക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. അതല്ലേ നമ്മളും കരുതേണ്ടത്? അല്ല, അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ തവണ ലോകകപ്പിന് എത്തുമ്പോഴും ക്രിസ്ത്യാനോ ഒറ്റയ്ക്കൊരു താരം, അതോടൊപ്പം അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് മറ്റ് ആ തരത്തിൽ കളിക്കുന്ന മറ്റ് താരങ്ങളില്ല എന്നതായിരുന്നു എല്ലാ തവണയും ആരാധകരുടെ ഒക്കെ പരാതി. പക്ഷേ ഇത്തവണ പോർച്ചുഗലിന്റെ സ്ക്വാഡ്, വേൾഡ് കപ്പ് സ്ക്വാഡ് ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച സ്ക്വാഡുകളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് അവരുടെ മധ്യനിര വിറ്റീഞ്ഞയും ബെർണാഡോ സിൽവയും അതോടൊപ്പം ബ്രൂണോ ഫെർണാണ്ടസും ഒക്കെ ഉൾപ്പെടുന്ന മധ്യനിര ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഈ ലോകകപ്പിലെ മധ്യനിരകളിൽ ഒന്നാണ്. പക്ഷേ എന്നിട്ട് പോലും കഴിഞ്ഞ തവണ വെറും ദുർബലരായ കോങ്കോയ്ക്കെതിരെ ഒരു ഗോൾ മാത്രമാണ്, യാവോ നെവസിന്റെ ഒറ്റ ഗോൾ മാത്രമാണ് കഴിഞ്ഞ കളി കോങ്കോയ്ക്കെതിരെ പോർച്ചുഗലിന് നേടാനായത്. ആ കളി കഴിഞ്ഞു, പക്ഷേ ആ കളി നൽകിയ ഒരു ആഘാതം ഇതുവരെ പോർച്ചുഗലിലെ വിട്ടൊഴിഞ്ഞിട്ടില്ല. അതൊക്കെ മറികടന്ന് ഇന്നൊരു മികച്ച വിജയത്തിലൂടെ ലോകകപ്പിലേക്ക് തിരിച്ചെത്താനാകും ക്രിസ്ത്യാനോ സംഘത്തിൻ്റെയും ഒക്കെ ആഗ്രഹം. അതുതന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും. 25 തവണ മാത്രമാണ് സൂപ്പർ താരത്തിന് കഴിഞ്ഞ തവണ ബോളിൽ ടച്ച് ചെയ്യാനായത്. അതിൽ 3 ഷോട്ട് ഉതിർത്തെങ്കിൽ അതൊന്നും പോലും ഓൺ ടാർഗറ്റിലേക്ക് എത്തി. ഇത്തരം കണക്കുകളൊക്കെ പോർച്ചുഗലിനെതിരെ ഒരു മത്സരമായിരുന്നു കോങ്കോയ്ക്ക്. ശരിക്കും അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു. റോബർട്ടോ മാർട്ടിനസ് അതിൽ നിന്നൊരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി മറ്റൊരു ഗെയിം പ്ലാനുമായി ഇന്ന് ഉസ്ബെക്കിസ്ഥാനെതിരെ ഇറങ്ങും. അത് കളത്തിൽ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യുമെന്നാണ് ആരാധകരടക്കം പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ പ്രസ് മീറ്റിനിടയിൽ റൊണാൾഡോയെ ആദ്യ ലെവലിൽ നിന്ന് ഒഴിവാക്കുമെന്ന തരത്തിലുള്ള ചോദ്യം, റൊണാൾഡോ ഉണ്ടാകുമെന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒന്നും തനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. താൻ ഈ ഗെയിം പ്ലാനിനെ പറ്റി, അതായത് 11 പറ്റി താരങ്ങളോട് പോലും സംസാരിച്ചിട്ടില്ല എന്നൊരു മറുപടിയാണ് കോച്ച് മാധ്യമങ്ങളോട് നൽകി. അതായത് റൊണാൾഡോ ഉണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ലോകകപ്പിലൊക്കെയും റൊണാൾഡോയെ ഫസ്റ്റിൽ നിന്ന് ഒഴിവാക്കി പകരം ഗോൺസാലോ റാമോസിനെ ആദ്യ ലെവലിൽ ഇറക്കിയ കാഴ്ച കഴിഞ്ഞ ലോകകപ്പിൽ കണ്ടതാണ്. ഈ ആദ്യ കളിയിൽ ഗോൺസാലോ റാമോസ് മധ്യനിരയിലൊരു താരത്തെ പിൻവലിച്ചായിരുന്നു അവസാന നിമിഷം കോച്ച് കളത്തിലിറക്കിയത്. റൊണാൾഡോ ഫോമിലായിട്ട് പോലും അദ്ദേഹത്തെ തുടർന്ന് കളിപ്പിച്ചതിൽ വലിയ വിമർശനങ്ങളടക്കം കോച്ച് നേരിട്ടിരുന്നു. അതിനൊക്കെ ഒരു പ്രതിവിധി, ഒരു റിപ്ലൈ റൊണാൾഡോയും സംഘവും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് അത് തന്നെയാണ്. ഒരു ഇത്തരം തിരിച്ചടികളിൽ നിന്ന് ശക്തമായി തിരിച്ചു വരുന്ന ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഇന്ന് 6ാം ലോകകപ്പാണ് അദ്ദേഹം കളിക്കുന്നത്. ഇന്ന് ഒരു ഗോൾ അടിച്ചാൽ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് റൊണാൾഡോയെ കാത്തിരിപ്പുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രശ്നമുള്ളത്, അവസാനം കളിച്ച 10 അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ, അത് യൂറോ കപ്പിലും ലോകകപ്പിലെയും കളിച്ച 10 മത്സരങ്ങൾ അദ്ദേഹത്തിന് ഗോൾ നേടാനും സാധിച്ചിട്ടില്ല. 7ാം നമ്പറുകാരൻ്റെ ബൂട്ടുകൾ ഇന്ന് ശബ്ദിച്ച് തുടങ്ങുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് മെസ്സിയും എംബാപ്പയും ഹാലൻഡുമൊക്കെ മറുവശത്ത് ഗോൾ അടിച്ചു കൂട്ടുന്നു. റൊണാൾഡോ ഇതുവരെ ഫോമിലേക്ക് എത്തിയില്ല. ആ കുറവുകളൊക്കെ മറികടന്ന് റൊണാൾഡോയും പോർച്ചുഗലും ലോകകപ്പിലെ ആദ്യ ജയം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഫാബിയോ കന്നവാര എന്ന കോച്ചിന്റെ തന്ത്രങ്ങളായിരിക്കും അവർക്ക് മുതൽക്കൂട്ടാവുക. കഴിഞ്ഞ തവണ കോങ്കോ കാണിച്ചെന്ന പോർച്ചുഗലിലെ വീക്ക്നെസ്സിൽ നിന്ന് അതിൽ നിന്നൊരു തന്ത്രം എന്തായാലും കന്നവാരോ ഈ കളത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് പ്രതീക്ഷിക്കുക. അവർക്കൊരു സമനില പോലും ജയത്തിന് തുല്യമാണ്. ആദ്യ കളിയിൽ അവർ തോറ്റു കഴിഞ്ഞു. രണ്ടാമത്തെ കളിയിൽ എത്തുമ്പോൾ ഒരു സമനില പോലും അവർക്ക് മുന്നോട്ടുള്ള ലോകകപ്പിലെ മുന്നോട്ടുള്ള പോക്കിന് നിർണായകമാണെന്നതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലൊതുങ്ങിയ ഒരു കളി തന്നെയാകും കളിക്കുക. പോർച്ചുഗൽ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തി പ്രത്യാക്രമണങ്ങൾ കിട്ടുന്ന അവസരങ്ങളിൽ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ നേടുക. അതോടൊപ്പം കളി സ്വന്തമാക്കുന്ന തന്ത്രമായിരിക്കും ഉസ്ബെക്കിസ്ഥാൻ നേരിടുക. പോർച്ചുഗീസ് മധ്യനിരയൊക്കെ മറികടന്ന അത്തരത്തിലൊരു തന്ത്രം അവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം. റൊണാൾഡോയുടെ തിരിച്ചുവരവിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.